ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാറ്റേൺസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോട്ട്സും കർവ് ലൈൻസും ഗ്രിഡ് ലൈൻസും ഒക്കെ വരച്ചിട്ട് കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ വരച്ചെടുത്തു. ഇനി ഇതിൽ നിന്ന് സെറ്റപ്പാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോന്നും സിമിലർ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടുള്ള പണിയാണ്. എന്നാലും കുഴപ്പമില്ല, അവസാനം ഒരു നല്ല ഗുഡ് ലുക്കിംഗ് വരുമെന്ന പ്രതീക്ഷയിൽ കട്ട് ചെയ്യുന്നു. ഒരു യൂണിക്കോൺ തീമിൽ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. എന്നിട്ട് യൂണിക്കോണിൻ്റെ പിക്ചറൊക്കെ എടുത്ത് അതിനെ ട്രേസ് ചെയ്ത് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിനെ കളർ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാണ്. പിന്നെ ആഫ്റ്റർ ദാറ്റ് കുറച്ച് ഡെക്കറേറ്റീവ് വർക്ക്സ്, ഇപ്പോൾ ഡോംസിൻ്റെ മറ്റേ പേസ്റ്റൽ കളർ മാർക്കേഴ്സ് ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് യൂണിക്കോണിൻ്റെ തന്നെ കുറച്ച് കളേഴ്സ് ഇങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജൊക്കെ ഒന്ന് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ലുക്കായി. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളും കൂടി സെറ്റപ്പാക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ സൈഡിൽ കുറച്ച് പഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ലുക്കാവട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിലത്തെ എന്തൊക്കെയുണ്ടെന്ന് കാണാൻ പാകത്തിനും ഉള്ളൊരു പഞ്ചിങ്ങാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ ചെയ്തു വെച്ച സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റപ്പാക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഒട്ടിച്ചു കൊടുത്ത് ആ ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ സെറ്റപ്പായിട്ടൊക്കെ ഒന്ന് ചെയ്യണ്ടേ വിചാരിച്ചിട്ട് അത് വില്ലിങ് ആയതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മടിയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ചെയ്തു വെച്ചു. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ കളേഴ്സ് ആ മാർക്കേഴ്സ് വെച്ച് തന്നെ ജസ്റ്റ് ഒരു ബോർഡറൊക്കെ കൊടുത്ത് രണ്ട് സൈഡിലും ഒന്ന് സെറ്റപ്പാക്കി എടുത്തു. അപ്പോൾ നമ്മൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ മെമോ പാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ യൂണിക്കോൺ തീമിലുള്ള നമ്മുടെ മെമോ പാഡ് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. രസമുണ്ടല്ലേ? എനിക്കങ്ങനെ രസമായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും ഒരു ട്രയലാണ് ബെറ്റർ ആവുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.